വാർത്തകളിലേക്ക് സ്വാഗതം. ശശി തരൂർ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. മോദി സ്തുതി കൊണ്ട് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ശശി തരൂരിനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല. ശശി തരൂർ മാത്രമല്ല, ഒട്ടനവധി കോൺഗ്രസ് നേതാക്കന്മാർ BJPയുടെ അനുഭവമുള്ളവരാണ്. പക്ഷേ അതിപ്പോൾ തുടങ്ങിയതാണോ? അല്ല. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ 1930 ശേഷം RSS നിലവിലിന് ശേഷം പല കോൺഗ്രസ് നേതാക്കന്മാരും RSSന്റെ അനുഭാവികളായിരുന്നു. 50കളിലേക്ക് നോക്കിയാൽ പല കോൺഗ്രസ് നേതാക്കന്മാരും ഹിന്ദു മഹാസഭയിലും ജനസംഘത്തിന്റെയും അടിമകളെ പോലെ പണി ചെയ്തവരാണ്. ശശി തരൂർ ഒരു പുതിയ സംഭവമല്ല. ശശി തരൂർ ഒരു പുതിയ ആളല്ല BJPയെ സ്തുതിക്കുന്നതിന് മോദിയെ സ്തുതിക്കുന്നതുമായിട്ടുള്ളത്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ, ഇപ്പം കോൺഗ്രസ് ആകെ മാറിയിരിക്കുന്നു. അതൊരു കുടുംബത്തിന്റെ അധീനതയിലേക്ക് പോയിരിക്കുന്നു. സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ എതിരെ ആര് സംസാരിച്ചാലും അവരെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുക, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളൊരു ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ഒരു തായ്വേര് എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിന്റെ തായ്വേരിനെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും കൊള്ളാം. കോൺഗ്രസിന്റെ സ്ഥിതി എന്തായാലും ശശി തരൂരിന്റെ സ്ഥിതി നല്ലതായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊടുക്കുന്നു.